Good morning, guys. Welcome back to my YouTube channel. So, ഞാൻ പണ്ടൊരു 2 വീഡിയോ ഇട്ടിട്ട് മുങ്ങിയാള ഞാൻ സ്റ്റോറീസിലൊക്കെ പറഞ്ഞത് ഞാൻ ഭയങ്കര കൺസിസ്റ്റൻ്റ് ആവും, ഞാൻ മളം മറയ്ക്കുമൊക്കെ. പക്ഷേ ഞാൻ അങ്ങനെ കൺസിസ്റ്റൻ്റ് ആയിട്ടില്ലായിരുന്നു. കൊച്ചിപ്പോയത്തെ പ്രശ്നം, എനിക്കൊന്നും അങ്ങനെ ചെയ്യാൻ പറ്റാറില്ല. പക്ഷെ ഞാനിപ്പം റീസെൻ്റ്ലി ഐ ഷിഫ്റ്റഡ് ബാക്ക് ടു തൃശ്ശൂർ. സോ അതിനുള്ള ഒരു മെൻറ്റൽ സ്പേസിലൊക്കെയാണ് ഞാനിപ്പോൾ. എല്ലാ ദിവസവും വിചാരിക്കും ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാം എന്നൊക്കെ. പക്ഷേ രാവിലെ എണീക്കുമ്പോൾ ഞാൻ ആ ഒരു ഓളത്തിൽ ഞാനെല്ലാം മറന്നു പോകും. സോ ഗായ്സ്, ഞാനിപ്പോൾ എണീറ്റേ ഉള്ളൂ. സമയം ഒരു 9:30. ഇറ്റ്സ് എ സൺഡേ, സോ ഐ ഡോണ്ട് ഹാവ് എനി വർക്ക് ടു ഡു. അപ്പോൾ എന്നെ നമുക്ക് ചുമ്മാ ചില്ല് ചെയ്യാനുള്ള ദിവസം. ഞാൻ പുറത്തും പോകാൻ പ്ലാൻ ചെയ്തിട്ടില്ല. ഞാൻ കൊച്ചിയിലാവുമ്പോൾ ഞാൻ കൂടുതൽ പുറത്തു പോകും. തൃശ്ശൂർ വരുമ്പോൾ ഞാൻ ഐ ഡോണ്ട് ഗോ ഔട്ട് മച്ച്. എന്താണാവും. സോ അപ്പോൾ നമുക്ക് ആദ്യത്തെ കാര്യം ചെയ്യാം. പള്ള വെച്ച് മോക്കൊക്കെ കഴുകി സുന്ദരിയാവും. ഇതാണ് എൻ്റെ റൂമിലത്തെ വ്യൂ. ദുർഗ സന്ദീപിന് ഇതിനെക്കാട്ടും നല്ല വ്യൂ ഉണ്ട്. ഞാൻ പിന്നെ കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനത്തെ വ്യൂ ഒക്കെ ഉള്ളൂ ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പം നമ്മൾ നല്ല കുട്ടികളായിട്ട് രാവിലെ പല്ലിച്ചു, മുഖം കഴുകി, നമ്മൾ ബെഡൊക്കെ ക്ലീൻ ചെയ്തു. ഇനി നമുക്ക് താഴെ പോയിട്ട് മാതാശ്രീനും കാളീനും കാണാം. ബിക്കോസ് ദുർഗ ഇല്ല ഇവിടെ. ദുർഗയുടെ കസിൻ്റെ ഞങ്ങളുടെ കസിൻ്റെ വീട്ടിലോട്ട് പോയേക്കുക. അവള് എന്ന് വരുമ്പോൾ കാണാം. ഓക്കെ ബാ. ഗുഡ് മോർണിംഗ്. അമ്മ ഗൈസ്, ഞാൻ രാവിലെ കഴിച്ചത് വെള്ളയപ്പും മുട്ടക്കറിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറേ നേന്ത്രപ്പഴം അവിടെ വെറുതെ ഇരുന്നപ്പം മാതാശ്രീ പോയി അത് പുഴുങ്ങി, ശർക്കരയിലിട്ട് പുഴുങ്ങിയിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ട് മുപ്പത്തേക്ക് ഭയങ്കര കോമ്പിനേഷൻസ് ആണ്. പുഴുങ്ങിയ പഴം പപ്പടത്തിൽ, ഇത് ശർക്കര നീരും പഴമൊക്കെ ഉണ്ടാവില്ല, അപ്പോൾ അത് പപ്പടം അതിൻ്റെ മുകളിലിട്ട് പൊട്ടിക്കുക, അത് മിക്സ് ചെയ്തിട്ട് ഇതും കൂടെ എടുത്ത് കടിച്ച് തിന്നുക. പപ്പടവും മിക്സ് ചെയ്യൽ വരെ ഞാൻ നോക്കിയായിരുന്നു. ഇതും കൂടെ ഐ കാൺട്ട്. ഇനി അമ്മേനെ ശല്യം ചെയ്യാൻ പോകുന്നുണ്ട്. ഹലോ ഗൈസ്, സോ നമ്മുടെ ഏകദേശം പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ദൈവമേ എൻ്റെ കോലം. അപ്പം ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ, അമ്മേനെ എപ്പോഴും കൈ കിട്ടാറില്ല. അപ്പം അമ്മേനെയും കൊണ്ട് തലയിൽ ഞാനിങ്ങനെ മസാജ് ചെയ്യാൻ, എണ്ണയൊക്കെ തേച്ച് മസാജ് ചെയ്യാൻ. പണ്ടൊക്കെ എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. അമ്മ പിടിച്ച് നിർത്തിയിട്ടൊക്കെ ആയിരുന്നു ചെയ്യിപ്പിക്കുക. ഇപ്പോൾ ഞാൻ അമ്മേനെ പിടിച്ചെടുത്ത് ചെയ്യിപ്പിക്കണം. സോ അതാണ് നമ്മുടെ അടുത്ത പരിപാടി. അമ്മേനെ പിടിച്ചിരുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് സിനിമ ഏത് കാണണമെന്ന് നോക്കാം. നമ്മൾ ഹലോ മമ്മി കാണാൻ തീരുമാനിച്ചു. വി ആർ വാച്ചിങ് ഹലോ മമ്മി. എനിക്ക് മാർക്കോ കാണണം എന്നായിരുന്നു, പക്ഷെ അമ്മയ്ക്ക് വയലൻസ് ഇഷ്ടമല്ല പറഞ്ഞു. സോ നമ്മളങ്ങനെ തലയിലൊക്കെ എണ്ണ തേച്ച് വെച്ചിരിക്കുവാണ്. നമുക്ക് നൈസായിട്ട് കുളിക്കാം.
സ്കിൻ കെയർ ചെയ്യാം. ഒരു സൺഡേ ഫൈനലി കയ്യിൽ കിട്ടിയിട്ട് ഇന്നലെ വരെ ഭയങ്കര പ്ലാനായിരുന്നു. എല്ലാം സൺഡേക്ക് മാറ്റി വെച്ചു. സൺഡേ പണിയില്ലല്ലോ, സൺഡേ നമുക്ക് കയ്യിലെടുക്കാന്നൊക്കെ. പക്ഷെ എന്തോ ഭയങ്കര തൃശ്ശൂർ വന്നാൽ ഭയങ്കര ലേസിയാണ്. എൻ്റെ ഓഫീസിലുള്ള ആരും കേൾക്കില്ലെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്താ പറയുക, സോ ഞാൻ ഒരു 4 വർഷമായിട്ട് കൊച്ചിയിലായിരുന്നു നിൽക്കൽ. പിന്നെ ഐ തിങ്ക് എ മന്ത് ബാക്ക് ഐ ഷിഫ്റ്റഡ് ബാക്ക് ടു തൃശ്ശൂർ ബിക്കോസ് എനിക്ക് കൊച്ചി മടുത്തു. ബേസിക്കലി സെയിം ലൂപ്പിൽ കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കും. പക്ഷെ തൃശ്ശൂർ ഇസ് പീസ്ഫുൾ ബിക്കോസ് എനിക്കിവിടെ ആരും അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല വീടിൻ്റെ പുറത്തിറങ്ങാറുമില്ല. സോ തൃശ്ശൂർ അടിപൊളിയാണ്, സമാധാനം ഉണ്ട്. കഴിച്ച് ഞാൻ മറ്റേ കേൾ എൻഹാൻസിങ് ക്രീമൊക്കെ ഇട്ടിട്ടാണ് കുളിച്ചത്. കേൾസ് വരാണ്, കേൾസ്. നിങ്ങളിതൊക്കെ കാണുമ്പോൾ വിചാരിക്കും ഞാനെന്ത് എല്ലാ ദിവസമൊക്കെ ചെയ്ത് സ്കിൻ കെയർ ഒക്കെ ചെയ്യണ കൂട്ടത്തിലാണ്. പക്ഷെ നോ, നിങ്ങൾക്ക് തെറ്റി. എനിക്കിതിനൊക്കെ ഒരു മൂഡ് വേണം. മൈൻഡൊന്നും ശരിയല്ലെങ്കിൽ ഞാൻ ഇതിനൊന്നും നിൽക്കൂല. ചുമ്മാ മോയ്സ്ചറൈസറും ലിപ്സ്റ്റിക്കും എടുത്തിട്ട് ഇറങ്ങും. ഇവിടുത്തെ ചൂട് പുറത്തിറങ്ങുന്നില്ലെങ്കിലും എൻ്റെ വീട് പാടത്തിനോട് ചേർന്നിട്ടാണ്. അപ്പം ഡയറക്റ്റ് സൺലൈറ്റാണ് മെയിൻ, കരിഞ്ഞു പോവും. അതുകൊണ്ട് വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വരെ സൺസ്ക്രീൻ അതിൻ്റെ ഉള്ളിൽ പോയി. ഞാൻ പറഞ്ഞു വന്നത് വീടിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ വരെ സൺസ്ക്രീൻ യൂസ് ചെയ്യേണ്ട അവസ്ഥയാണ്. സാരി ലിപ്സ്റ്റിക് ഇല്ലാണ്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കണ്ടോ, ലിപ്സ്റ്റിക്ക് ഇട്ടപ്പോഴേക്കും ഔട്ട്ലുക്ക് മൊത്തം മാറിയത് കണ്ടോ? അതാണ് ലിപ്സ്റ്റിക്കിൻ്റെ കഴിവ്. പട്ടിഷോ ഇനി നമുക്ക് ഉള്ള ടാസ്കുകൾ എന്താ വെച്ചാൽ, സോ ഞാൻ പറഞ്ഞല്ലോ 4 വർഷമായിട്ട് ഞാൻ കൊച്ചിയിലായിരുന്നു. ഇപ്പോഴാണ് ഞാൻ തിരിച്ച് തൃശ്ശൂരിലോട്ട് വീട്ടിലോട്ട് വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഈ അടുത്താണ് ഡ്രംസ് കൊണ്ടുവന്നത്. ഡ്രംസ് ഒന്ന് സെറ്റ് ചെയ്യൽ എന്ന് പറയുന്നത് ഇസ് എ വെരി ബിഗ് ടാസ്ക്. ഡ്രമ്മേഴ്സിനെ മനസ്സിലാവും. സോ അത് സെറ്റ് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ഇത്. പക്ഷെ നടക്കുമോ അല്ലെങ്കിൽ നമുക്ക് നോക്കാം. ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മൂഡ് അനുസരിച്ചിട്ട് ചെയ്യണം. ബട്ട് യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ വീണ്ടും തുണി മാറ്റി ബ്ലാക്ക് ഇട്ടിട്ട് ഉഷ്ണിക്കുന്നു, ചൂടെടുക്കുന്നു. ചിലർ ഉഷ്ണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇടുന്നതായി നമുക്ക് അമ്മേനെ വിറപ്പിച്ചിട്ട് വരാം. കണ്ടോ, ഇതാണ് ഡ്രംസ് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞത്. പണിയുണ്ട്, പണി. നമുക്ക് താഴെ പോവാം. ഡ്രംസിൻ്റെ വേറെ ഭാഗം, അടുത്ത ഭാഗം. ഇത് കാളി നമുക്ക് കുളിക്കണ്ടേ ഇന്ന്? കുളിപ്പിച്ചിട്ടെ നിന്നെ വാ, അമ്മേനെ വെറുപ്പിക്കാം. വാ. എന്തായി? ഹായ് പറ. ഹലോ ഗായ്സ് പറ. Did you guys know? ഹലോ മമ്മി പ്രേതപ്പെടായിരുന്നു. ഫുഡ് കഴിക്കാം. അമ്മ 4 മണിയായില്ലേ? ബാഡ്. ഞാൻ പോയി പാപ്പൻ തിന്നിട്ട് വരാം. നമ്മൾ ഫുഡ് എടുത്തിരിക്കണു. നമുക്ക് ഹലോ മമ്മി കാണാം. ഫുഡ് കഴിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പണിയൊന്നും എടുക്കാൻ തോന്നിയില്ല. അപ്പോൾ ഡ്രംസ് നമുക്ക് വേണമെങ്കിൽ ഉറങ്ങിക്കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യാം. വാട്ട്സ് ഗൈസ്, ഇതിപ്പോൾ ചെയ്തില്ലെങ്കിൽ ഇനി നമ്മൾ ചെയ്യൂല. ഞാൻ ചെയ്യൂല എന്നെനിക്കറിയാം. സോ ലോകസതി എന്നോട് പിണക്കത്തില്ല. ചുമ്മാ
let's do this. പ്രാക്ടീസ് ഒന്നും ഇല്ലാതെ കുറേ നാളായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒന്ന് പൊടി തട്ടി ബാക്ക് ടു ഗെയിം. അപ്പോൾ നമ്മളങ്ങനെ ഡ്രംസ് സെറ്റ് ചെയ്തു, ഡ്രംസ് വായിച്ചു. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഫുഡും കഴിച്ചായിരുന്നു. ഭയങ്കര വിശപ്പായതുകൊണ്ട് ഞാനത് റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി. ഐ എം സോറി എലിയാസ്. അപ്പോൾ ദിസ് ഇസ് ഇറ്റ്. ഞാൻ ഇനി കിടന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ് പീസ്ഫുള്ളി. നാളെ ഒരു മൺഡേ ആണെന്നുള്ളത് ഓർക്കാതെ. സോ അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഐ ഗെസ്. ടാറ്റാ. ഓ, ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.